ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു j&mmallusvlogz. നമ്മളിന്ന് താങ്ക്സ് ഡേ കാനഡയിൽ ആഘോഷിക്കുകയാണ്. താങ്ക്സ് ഡേയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാനഡയിൽ എല്ലാവരും ടർക്കിയാണ് താങ്ക്സ് മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞത്. ടർക്കി ഉണ്ടാക്കുക എന്നുള്ള ടർക്കിക്കോഴി, നമ്മുടെ നാട്ടിലൊക്കെയുള്ള ടർക്കിക്കോഴി അതിവിടെ അതെല്ലാം ഒരു പ്രത്യേക രീതിയിൽ ബേക്കൊക്കെ ചെയ്ത് പ്രത്യേക രീതിയിൽ കുക്കൊക്കെ ചെയ്ത് അതിന് കൂടെ സ്മാഷ് പൊട്ടറ്റോസും അതുപോലെ കുറച്ച് വെജിറ്റബിൾസും നമ്മുടെ അല്ലാത്ത സ്വീറ്റ് പൊട്ടറ്റോസും ഒക്കെ കൂട്ടി അതിനകത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള ഗ്രേവിയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ മേളിലൊക്കെ ഒഴിച്ച് സെറ്റപ്പാക്കി നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളതാണ് താങ്ക്സ് ഡേയുടെ പ്രത്യേകത എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വൈഫ് മെറിന് ഇവിടെ ടർക്കി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണ്. ഞാൻ എന്നൊക്കെയാണ് അത് ചേർത്തേക്കണേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് അവളെ കുരുമുളക് നമ്മുടെ ഇന്ത്യൻ രീതിയിലുള്ള ടർക്കിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, കനേഡിയൻ രീതിയിലുള്ളതല്ല. നമ്മുടേതായ മസാലകളും അതുപോലെ കുരുമുളക് പൊടി, അതുപോലെ വെളുത്തുള്ളി, പെരിഞ്ജീരകം, ഇഞ്ചി അതൊക്കെ ചതച്ച് അതിൻ്റെ മേളിലേക്ക് ഇടുക. പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ ഇടുക. പിന്നെ എന്നാ പറഞ്ഞാൽ കുറച്ച് ക്യാരറ്റ് അതിൻ്റെ മേളിൽ ഇടുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിൻ്റെ മേളിലൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പരട്ടി വെച്ചേക്കുന്ന രീതി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ടർക്കി ഇങ്ങനെ മസാലയൊക്കെ പരട്ടി ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കാണ്. അതിനകത്തുണ്ടോ ക്യാരറ്റൊക്കെ നമുക്ക് കാണാം. പിന്നെ കുറച്ച് സവോളയുണ്ട് അതിനകത്ത്. പിന്നെ തൈം അങ്ങനെയുള്ള കുറച്ച് തൈം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അതിനകത്ത്. അത് കനേഡിയൻ സ്പൈസസ് ആണത്, തൈം, ദില്ലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിനകത്ത് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അതിനകത്ത് ഇട്ടേക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലിലാണ്, കനേഡിയനും ഇന്ത്യൻ സ്റ്റൈലിലും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നുണ്ട് അത്. ഇനി ഇത് നമ്മുടെ ഓവനകത്ത് വെച്ചിട്ട് ബേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ പരിപാടി. ഇപ്പം നമ്മൾ പരട്ടി വെച്ചിട്ട് കുറച്ച് നേരം വെച്ചേക്കാണ് അത് പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ടർക്കി ഓവനകത്ത് വെച്ചിട്ട് ഹാഫ് കുക്കായിട്ടുണ്ട്. അപ്പം നമ്മളിനി തിരിച്ചിടണം. ഇനി ഇത് അതിനകത്ത് കേട്ടോ വെജിറ്റബിളും എൻ്റെ ഗ്രേവി എല്ലാം കൂടെ കിടക്കണമെന്നുണ്ടോ. ഒരു വശം ഏകദേശം ആയിട്ടുണ്ട്. ഇനി അപ്പുറത്തെ വശവും കൂടെ. ഇത് ഏകദേശം എത്ര മിനിറ്റ് വെച്ചായിരുന്നത്? 1 മണിക്കൂർ. 1 മണിക്കൂർ വെച്ചിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അപ്പുറത്തെ വശം അവിടെ തിരിച്ചു വെച്ചിട്ട് എത്ര സമയം വെക്കണം? ഇനി 1 മണിക്കൂറും കൂടെ അപ്പുറത്തെ സൈഡിൽ തിരിച്ചു വെച്ചിട്ട് 1 മണിക്കൂറും കൂടെ നമ്മൾ വെക്കണം. അങ്ങനെ 2-2.5 മണിക്കൂർ നമ്മൾ 350 നമ്മൾ ഇട്ടേക്കണേ, ഹീറ്റിലാണ് ഇട്ടേക്കണേ. അങ്ങനെ നമ്മുടെ ടർക്കി റെഡി ആയിട്ടിരിക്കുകയാണ്. നല്ല സൂപ്പറായിട്ട് ഇതുണ്ടോ, എല്ലാം നന്നായിട്ട് നല്ല വെന്ത ടർക്കിയാണ്. ഇതേക്ക് നല്ല ചൂടൻ കണ്ടോ, നല്ല സൂപ്പറായിട്ട് വെന്തു. ഇത് അങ്ങനെ പെട്ടെന്ന് നമുക്ക് എടുക്കാം. ഇങ്ങനെ ആ രീതിയിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് ടർക്കി. സാധാരണ ടർക്കിക്ക് നല്ല വലിപ്പമുള്ള കാരണമാണ് ഇതെനിക്ക് തോന്നുന്നൊരു 5 കിലോ 6 കിലോ വലിപ്പമുണ്ട് ഈ ടർക്കിക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സമയം വെക്കുന്നത്. ടർക്കി വേവാൻ ഇത്രയും താമസം എടുക്കുന്നു. കോഴിയൊക്കെ വേവുന്ന പോലെ പെട്ടെന്ന് വെന്ത് കിട്ടത്തില്ല നമുക്ക് ടർക്കി. പക്ഷെ നല്ല അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ ഗ്രേവി എല്ലാം കണ്ടോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പൊട്ടറ്റോയും സവോളയും ഇവിടെ ക്യാരറ്റും എല്ലാം ഇട്ട് എൻ്റെ ഗ്രേവി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെ ഇന്ത്യൻ സ്റ്റൈലും ഒരു കനേഡിയൻ സ്റ്റൈലും കൂടെ മിക്സ് ചെയ്തുണ്ടാക്കിയതാണിത്.